ദേവൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈന്തപ്പഴവും ചെറുനാരങ്ങയും വെച്ചിട്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം. ഇരുപത്തഞ്ച് ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചെറുനാരങ്ങയുടെ ഞെട്ടി ഭാഗവും ഈ രണ്ട് വശവും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കളയണം. ഇനി ഈ ചെറുനാരങ്ങ 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ലെമൺ വെന്തോന്ന് നോക്കാം. ലെമൺ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം രണ്ടായി മുറിച്ചെടുക്കാം. ഞാൻ ഈ ചെറുനാരങ്ങ ഇപ്പോൾ 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 4 മുറിച്ചെടുക്കാം കേട്ടോ. ചെറുനാരങ്ങ 2 മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നല്ല ഉണങ്ങിയ ഭരണിയിൽ, വെള്ളമൊന്നും പാടില്ല, ഇതുപോലൊരു ഭരണിയിൽ ഉപ്പും ചെറുനാരങ്ങയും കൂടി മിക്സ് ചെയ്ത് ഒരു ദിവസം അടച്ചു വെക്കാം. ഇനി ആദ്യം ഈ ജാറിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും ചെറുനാരങ്ങ വീണ്ടും ഇട്ട് കൊടുക്കാം. വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം. ഇതിന്റെ മുകൾ ഭാഗത്ത് വീണ്ടും ഉപ്പിട്ട് കൊടുത്തു. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മേലെയായിട്ട് 3 ലെയറായിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. അടച്ച് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി. ഇത് ഇന്നലെ ആവിയിൽ വേവിച്ച് ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങയാണ്. ഇത് നന്നായി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് അച്ചാറിടാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം ഈന്തപ്പഴം വേണം. അത് കുരുവെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 30 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 4 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2.5 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവ കായം പൗഡർ 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കായം പൊടിച്ചതും കൂടെ ഒന്നിച്ച് പൊടിച്ചു വെച്ചതാണ്. കടുകെണ്ണയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ ഇന്ന് എടുക്കുന്നത്. ഇതിന് പകരം നല്ലെണ്ണയും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിലേക്ക് കടുകെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. കടുകെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ഈന്തപ്പഴം കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടി വഴറ്റി കൊടുക്കാം. ഈന്തപ്പഴം നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഉലുവയും കായം കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇനി 1 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ചെറുനാരങ്ങ ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാം. ഉപ്പ് പോരെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴവും ചെറുനാരങ്ങയും വെച്ചിട്ട് ഞാൻ 1 മാസം മുൻപ് ഉണ്ടാക്കിയ അച്ചാറാണിത്. ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. താങ്ക്